ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ ഉള്ളത് സാനിക്കട്ട എന്ന് പറയുന്ന സ്ഥലത്താണ്. അതായത് ഗോകർണേശ്വരം ടെമ്പിളിലേക്ക് പോകുന്ന വഴിയാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾക്ക് പിന്നിലായിട്ട് വലിയ ഉപ്പുപാടങ്ങൾ കാണാം. ഈ സൈഡിലായിട്ട് കടലാണ്. അതിൻ്റെ മറു സൈഡിൽ നമുക്ക് വലിയ നീണ്ടു നിൽക്കുന്ന ഉപ്പുപാടങ്ങൾ കാണാം. ഗംഗാവാലി, അഗ്നാശിനി എന്നീ നദികളുടെ സംഗമന സ്ഥാനമാണ് ഈ അറബിക്കടലിനോട് ചേർന്ന് കിടക്കുന്ന ഗോകർണേശ്വര ടെമ്പിളിന് ഏതാണ്ട് 10 കിലോമീറ്റർ അകലെയുള്ള ഒരു സ്ഥലം സാനിഘട്ട എന്ന് പറയുന്ന സ്ഥലം. ബാംഗ്ലൂരിൽ നിന്ന് ഏതാണ്ട് 483 കിലോമീറ്ററും മംഗലാപുരത്ത് നിന്ന് ഏതാണ്ട് 238 കിലോമീറ്ററും അകലെയാണ് ഈ ഒരു സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നമ്മുടെ നാട്ടിൽ നെൽവയലുകൾ പോലെയാണ് ഇവിടെ ഉപ്പുപാടങ്ങൾ കാണുന്നത്. ഒരുപാട് ഹെക്ടർ കണക്കിന് സ്ഥലത്ത് ഇങ്ങനെ കാണാം. ഈ കാണുന്നത് നമ്മൾ ഈ ഉപ്പ് അവർ ശേഖരിച്ച്, അതായത് വെള്ളം അറബിക്കടലിൽ നിന്ന് വെള്ളം ഇങ്ങോട്ട് കയറ്റി വിട്ട് പാടങ്ങളിലാക്കി സൂര്യൻ്റെ താപമേറ്റ് അത് ഇവാപ്പറേറ്റ് ചെയ്ത് ഉപ്പായിട്ട് മാറി ആ ഉപ്പ് അവരിവിടെ കൊണ്ടുവെക്കുന്നു. പിന്നീട് അത് പ്രോസസ്സ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് നമ്മുടെ നാടുകളിലേക്ക് എത്തുന്ന പാക്ക്ഡ് ആയിട്ടുള്ള ഉപ്പ് വരുന്നത്. അതിൽ അയഡിനൊക്കെ ചേർത്തിട്ടാണ് പിന്നീട് നമ്മുടെ കൈകളിലേക്ക് എത്തുന്നത്. പ്രധാനമായിട്ടും സോഡിയം ക്ലോറൈഡ് എന്ന ലവണ സംയുക്തം ഉൾപ്പെട്ട ഒരു ധാതുവാണ് ഉപ്പ്. ആഹാര പദാർത്ഥങ്ങളിൽ നമ്മൾ രുചി വർദ്ധിപ്പിക്കുന്നതിനാണ് ഇത് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. അതുപോലെ മത്സ്യങ്ങൾ, പച്ചക്കറികൾ തുടങ്ങിയവ കേടുകൂടാതെ സൂക്ഷിക്കാനും നമ്മൾ ഉപ്പ് ഉപയോഗിക്കാറുണ്ട്. കടലിനോട് ചേർന്ന് നിൽക്കുന്ന സ്ഥലങ്ങളിൽ ഇതുപോലെ കടൽ വെള്ളം സൂര്യപ്രകാശത്തിൽ വറ്റിച്ചാണ് ഉപ്പ് സാധാരണയായിട്ട് ഉണ്ടാക്കുന്നത്. അതേസമയം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും, പ്രത്യേകിച്ച് പാകിസ്ഥാനിലെ ഖ്യൂറ, US കരിങ്കൽ തീരം, ആഫ്രിക്കയിലെ മൊറോക്കോ, ആസ്തിയ, റൊമാനിയ, ഇംഗ്ലണ്ട് തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം അതിൻ്റെ ഹാലൈറ്റ് എന്ന ധാതു രൂപത്തിൽ ഉപ്പ് കുഴിച്ചെടുക്കുന്ന ഖനികളുണ്ട്. ഇന്ത്യയിലെ രാജസ്ഥാനിലെ ഉപ്പ് ഖനികളുണ്ട്. പിന്നെ നമ്മുടെ ഈ സൗത്ത് ഇന്ത്യയിൽ പ്രധാനമായിട്ടും ഇത്തരത്തിലുള്ള ഉപ്പ് പാടങ്ങളിൽ വെള്ളം കയറ്റി അതിനെ സൂര്യപ്രകാശത്തിൽ ഇവാപ്പറേറ്റ് ചെയ്ത് ഇതുപോലെ ഈ കാണുന്ന രീതിയിലാണ് ഉപ്പ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഉപ്പ് പാടങ്ങൾ അല്ലെങ്കിൽ സാൾട്ട് പാൻ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. അതിനുശേഷം ഇവിടെയുള്ള നിരവധി തൊഴിലാളികൾ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. നല്ല വെയിലത്ത് ഇത്തരം ഉപ്പ് പാടങ്ങളിൽ വർക്ക് ചെയ്യുക വളരെ കഠിനമായിട്ടുള്ള ഒരു ജോലി തന്നെയാണ്. ഈ കാണുന്നത് ഇതിപ്പം ഡയറക്റ്റ് ആയിട്ട് ഇവിടുന്ന് ഇവർ കോരി കൊണ്ടുവരുന്ന ഉപ്പാണ്. ഇത് പിന്നീട് പാക്ക് ചെയ്യുന്നതിന് മുമ്പ് ഇവർ അയഡിനുമായിട്ട് മിക്സ് ചെയ്യും. അയഡിൻ ഇല്ലാത്ത ഉപ്പാണ്, നാച്ചുറലായിട്ട് അവർ കളക്ട് ചെയ്യുന്ന ഉപ്പാണ്. ഇനി ഇതിലേക്ക് നമുക്ക് അയഡിനും കൂടെ ആഡ് ചെയ്തിട്ടാണ് ഇവർ പാക്ക് ചെയ്തിട്ട് നമുക്ക് പുറത്തേക്ക് വരിക. അപ്പം പാക്ക് ചെയ്യുന്നതിന് മുമ്പുള്ള ഒരു സ്റ്റേജാണിത്. നമ്മളിവിടെയൊക്കെ ഇതേപോലെ ഡയറക്റ്റ് കോരി വെക്കുന്ന ഉപ്പുകളുണ്ട്. ഉപ്പ് കോരി പുറത്തേക്ക് കോരി കൊണ്ടുവരുന്നുണ്ട്. അതിനുശേഷം ഇത് അയഡിനൈസ്ഡ് ആയിട്ടുള്ള സാൾട്ടാണ് ഈ കാണുന്നത്. ഇതിങ്ങനെ പാക്ക് ചെയ്ത് ഓരോ കമ്പനിയിലേക്ക് പോകും. അപ്പോൾ അതിനുശേഷം അവരത് ചെറിയ 1 കിലോൻ്റെ പാക്കുകളായിട്ട് നമുക്ക് മാർക്കറ്റുകളിലേക്ക് വരികയാണ് ചെയ്യുക. പിന്നീട് വീണ്ടും അത് ബ്ലീച്ചൊക്കെ ചെയ്യും. ചിലത് നമുക്ക് നല്ല വെള്ള കളറിൽ വരുന്നത്, ഇതാണ് അതിൻ്റെ ഒരു മണലിൻ്റെ കളറാണ് ഒറിജിനൽ കളറ്. പിന്നീട് അത് ബ്ലീച്ച് ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ കാണുന്ന ആ ഒരു നല്ല വെള്ള കളറുള്ള ഉപ്പ് നമുക്ക് വരുന്നത്. അപ്പോൾ എപ്പോഴും കുറച്ചും കൂടെ നല്ല അതിൻ്റെ നാച്ചുറൽ സ്റ്റേജിലുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ആ കല്ലുപ്പ് തന്നെയാണ്. നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ പ്രധാനമായിട്ടും കർണാടക, തമിഴ്നാട് പോലുള്ള സംസ്ഥാനങ്ങളിൽ ഈ രീതിയിൽ ഉപ്പ് പാടങ്ങളിൽ കടൽ വെള്ളം കയറ്റി അതിനെ വെയിലിൻ്റെ താപമേറ്റ് ഇവാപ്പറേറ്റ് ചെയ്ത് ഈ രീതിയിലാണ് ഉപ്പ് സംസ്കരിച്ചെടുക്കുന്നതെങ്കിലും ലോകത്തെ പല സ്ഥലങ്ങളിലും ഉപ്പ് ഖനികൾ തന്നെയുണ്ട്. അതിലേറ്റവും വലിയ ഉപ്പ് ഖനികളിലൊന്ന് കാനഡയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പ്രകൃതിദത്തമായിട്ടുള്ള ഉപ്പിൽ സാധാരണയായിട്ട് മഗ്നീഷ്യം ക്ലോറൈഡ് ഒരു വളരെ ചെറിയ അനുപാതത്തിൽ അടങ്ങിയിട്ടുണ്ട്. നമ്മൾ സാധാരണ സംസ്കരിച്ചവരിപ്പോൾ ഈ കോരിക്കൊണ്ടിടുന്ന ഈ ഉപ്പിൽ ചെളിയുടെ അംശവും അതുപോലെ ബാക്ടീരിയകൾ, ഉപ്പ് വെള്ളത്തിൽ വളരുന്ന ബാക്ടീരിയകൾ, ആൽഗകൾ, ഇവരുടെയൊക്കെ അംശം വളരെ ചെറിയ തോതിലുണ്ടാവും. പിന്നീട് അത് ബ്ലീച്ചിങ്, അതുപോലെ അതിനുശേഷം അയഡിനൈസേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ്, ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് മാർക്കറ്റുകളിൽ നമുക്ക് കാണുന്ന ഉപ്പ് ലഭിക്കുന്നത്. BC 6000 മുതൽക്കേ മനുഷ്യൻ ഉപ്പ് നിർമ്മിച്ച് ഉപയോഗിച്ച് തുടങ്ങിയിരുന്നു. ഉപ്പ് രസമുള്ള നീരുറവകളിലെ തടാകങ്ങളിലെ ജലം വറ്റിച്ചാണ് അവർ ഉപ്പുണ്ടാക്കിയിരുന്നത്. പ്രധാനമായിട്ടും ചൈന, അമേരിക്ക എന്നീ രാജ്യങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവും അധികം ഉപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണ് നമ്മുടെ ഭാരതം. 148 ലക്ഷം ടൺ ആണ് ഇന്ത്യയുടെ ശരാശരി വാർഷിക ഉൽപ്പാദനമായി കണക്കാക്കുന്നത്. കടൽ വെള്ളം വറ്റിച്ചത് കൂടാതെ ഉപ്പ് ഖനികളിൽ നിന്ന് നേരിട്ട് എടുത്തും നമ്മൾ ഇന്ത്യയിൽ ഉപ്പ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഏറ്റവും സങ്കടകരമായിട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ ഈ കൊടും ചൂടിൽ ഇത്തരം സാൾട്ട് പാനുകളിൽ ജോലി ചെയ്യുന്ന ജോലിക്കാരെയാണ് നമ്മൾ ബഹുമാനിക്കേണ്ടത്. കാരണം ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾക്കിടയിലും ഇത്തരം പ്രവർത്തികൾ ഒരുപാട് ആളുകളുണ്ട്. നല്ല വെയിലാണ്. അപ്പോൾ അതായത് ഈ വെള്ളം ഇവാപ്പറേറ്റ് ആയിട്ട് ഇത്തരത്തിൽ ഉപ്പായി മാറുന്ന അത്രയ്ക്കും വെയിൽ ലഭിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ ആ വെയിലത്ത് ഈ ഉപ്പ് ഈ രീതിയിൽ അവർ കളക്ട് ചെയ്ത് ശേഖരിച്ച് കൊണ്ടുവെക്കുന്നു. അവിടെ സ്ഥിരമായിട്ട് പണിയെടുക്കുന്ന എത്രയോ തൊഴിലാളികൾ ഇവിടെയുണ്ട്.
ഇവർക്കെല്ലാം വളരെ തുച്ഛമായ വേതനത്തിലാണ് ഇവരൊക്കെ ഇവിടെ ജോലി ചെയ്യുന്നത്. കണക്കുകൾ പ്രകാരം ഏതാണ്ട് 14,000-ലധികം ആവശ്യങ്ങൾക്കായിട്ട് ഉപ്പ് ഉപയോഗിക്കുന്നുണ്ട്. ലോകത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഉപ്പിൻ്റെ 40% വിവിധ രാസവസ്തുക്കൾ നിർമ്മിക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ ഉപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം എന്ന് പറയുന്നത് ഗുജറാത്താണ്. അങ്ങനെ ഞങ്ങൾ ഗോകർണേശ്വരത്തേക്കുള്ള യാത്രക്കിടയിൽ കണ്ട സാൾട്ട് പാനാണ്, അതിൻ്റെ വിഷ്വൽസാണ് ഈ കാണുന്നത്. അപ്പോൾ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.